ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗ് ഇടാൻ എഴുതി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറുതായിട്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ചെറിയൊരു എഗ് റൈസായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു എഗ് റൈസ് ആയിട്ടുണ്ട്. ആയോ ഇല്ലയോ എന്നൊക്കെ ഇനി രാഹുലേട്ടനോട് ചോദിക്കണം. അങ്ങനെ ഇനിയിപ്പോൾ പപ്പടം ചുടണം. അതിന് ശേഷം ഞാൻ പിന്നെ ചള്ളാസ് ഉണ്ടാക്കി. അങ്ങനെ ഞാൻ രാഹുലേട്ടന് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ കഴിക്കണ റിയാക്ഷനൊന്നും കണ്ടില്ല, എന്നാലും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മഴയൊക്കെ ആയിട്ട് വീട്ടിൽ കറണ്ട് പോയി. അങ്ങനെ പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഞങ്ങൾ പിന്നെ കാറിനകത്ത് ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടേ, അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാഹുലേട്ടൻ. അങ്ങനെ കാറിലിരുന്നപ്പോൾ പെട്ടെന്ന് രാഹുലേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് ഒരു ഔട്ടിങ്ങിന് പോയാലോ. അങ്ങനെ കുട്ടാപ്പൂ, ഞാനും ദേവൂട്ടിയും പൃഥൂട്ടനും എല്ലാവരും കൂടി ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോയി. സത്യം പറയാലോ ഗൈസ്, കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെയാണ് ഈ കാറിലിരിക്കുന്നത്. പെട്ടെന്ന് വണ്ടിക്കകത്തിരുന്നപ്പോൾ കൊണ്ടുപോയതാണ്. അങ്ങനെ പിന്നെ ഈ ഒരു കടയിൽ പോയിട്ട് രാഹുലേട്ടൻ മാത്രമേ കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാഹുലേട്ടൻ പോയിട്ട് കുട്ടികൾക്ക് 2 പേർക്ക് അവിൽ മിൽക്കും ഞാനൊരു ചായയാണ് പറഞ്ഞത്. കാരണം മഴയായിട്ട് ഇനിയിപ്പോൾ അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് വല്ല പനിയും പിടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ അവിൽ മിൽക്ക്. സത്യം പിന്നെ കണ്ടപ്പോൾ കൊതിയൊക്കെ വന്ന് എനിക്കും കഴിക്കാനൊക്കെ തോന്നി. പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ കഴിച്ചില്ല. ഞാൻ പിന്നെ ഒരു ബ്രെഡിൻ്റെ ഒരു റോള് കഴിച്ചു. അങ്ങനെ അവരെല്ലാം കൂടി നന്നായിട്ട് അവിൽ മിൽക്ക് കഴിക്കുന്നുണ്ട്. പൃഥൂട്ടനാണ് ഫുള്ള് ടെറർ. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാറിനകത്ത് കയറി കഴിഞ്ഞാൽ ആൾ വേറൊരാളാണ്. അങ്ങനെ രാഹുലേട്ടൻ അവിൽ മിൽക്കുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പൃഥു ഭയങ്കര വഴക്കാണ് കേട്ടോ. പൃഥുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം ഇടയ്ക്കിടയ്ക്ക് രാഹുലേട്ടനെ കഴിക്കാൻ സമ്മതിക്കാതെ രാഹുലേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു സ്പൂൺ പോലും രാഹുലേട്ടൻ എൻ്റെ വായിലോട്ട് വെച്ച് തന്നില്ല. എന്ത് ദുഷ്ടനാണല്ലേ, പാവം ഭാര്യയല്ലേ എന്ന് വെച്ചിട്ട് ഒരു സ്പൂണെങ്കിലും തരാമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇന്ന് മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കൽക്കി കാണാനായിട്ടാണ്. അപ്പോൾ കൽക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും രാഹുലേട്ടൻ പറഞ്ഞാൽ എന്നാൽ നമുക്ക് ഇന്ന് കൽക്കി കാണാൻ പറ്റും. അങ്ങനെ 10 മണി ആയപ്പോഴത്തേനും നമ്മുടെ ഗരുഡാമാൾ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോയിട്ട് കൽക്കി കണ്ടു. അങ്ങനെ കൽക്കി കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ പൃഥൂട്ടൻ ഭയങ്കര ഉറക്കമായിട്ടോ. ആൾ ഇരുന്ന് ലാസ്റ്റ് ഉറങ്ങിപ്പോയി. അങ്ങനെ ആദ്യമൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും. ഞങ്ങൾ സിനിമ കാണാൻ സമ്മതിച്ചില്ല. പിന്നെ ലാസ്റ്റ് ആൾ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. വണ്ടിക്കകത്തിരുന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. രാഹുലേട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ട് കുറച്ച് പൊറോട്ട വാങ്ങിക്കുന്നതായിരുന്നു. വീട്ടിൽ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബായ്.